നല്ല അടിപൊളി പടം, നല്ലൊരു വെറൈറ്റി ഹൊറർ മൂവി, നല്ല ഒരു എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്, നല്ല കോമഡി ഉണ്ട്, സൂപ്പറാണ്. സൂപ്പറാണ്. ഐശ്വര്യലക്ഷ്മി ഷറഫുദ്ദീനൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട്, നല്ല അടിപൊളി പടം, നന്നായിരുന്നു. ഒരു ഹൊറർ ഹ്യൂമർ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഹൊറർ കോമഡിയാണ്. പിന്നെ നല്ല പടമാണ്, ഒരു ഹൊറർ കോമഡിയാണ്. ത്രോട്ട് കോമഡി കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കോമഡിയും എല്ലാം സൂപ്പറായിട്ടുണ്ട്, നല്ല സ്റ്റണ്ടും അടിപൊളി. നല്ലൊരു ജോണർ, വേറൊരു ജോണർ ഉണ്ടല്ലോ നമ്മുടെ സ്ത്രീ അരപ്പനയൊക്കെ കാണുന്നുള്ളൂ, അങ്ങനെ ഭൂൽവലയ്യ അങ്ങനെയൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ജോണറാണ്, കാണാൻ കൊള്ളാവുന്നൊരു ഫാമിലി ഹൊറർ കോമഡി മൂവി. ഹൊററാണ്, പക്ഷേ നല്ലപോലെ അതിനകത്ത് തമാശ നിറച്ച് നല്ലതാക്കിയിട്ടുണ്ട്. നല്ല ഫ്രെയിം വർക്ക് എല്ലാം നന്നായിട്ടുണ്ട് കേട്ടോ, കാണാനൊക്കെ നല്ല രസമാണ്. ജെയ്ക്സിൻ്റെ മ്യൂസിക് ഇടലായിട്ടുണ്ട്. പിന്നെ ഷറഫുദ്ദീൻ, ഐശ്വര്യ എല്ലാം അവരുടെ പെർഫോമൻസ് സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല സിനിമ കേട്ടോ. ഓക്കെ, ഒരു എക്സ്പെരിമെൻ്റൽ മൂവിയാണ്, ഇത് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഹൊറർ ജോണറാണ്. ഹൊറർ വേണ്ട ഭയങ്കര പേടിപ്പിക്കുന്ന പടമൊന്നുമല്ല. എന്നാൽ ഫസ്റ്റ് ഹാഫിൽ നല്ല കോമഡി ഉണ്ട്, സെക്കൻഡ് ഹാഫ് വരുമ്പോൾ റൊമാൻസ് ത്രൂ ഔട്ട് ഉണ്ട്, സെക്കൻഡ് ഹാഫിൽ സെൻറ്റിമെൻറ്റ്സലുണ്ട്. എനിക്ക് പടം ഇഷ്ടപ്പെട്ടു, നല്ലൊരു എൻ്റർടൈനറാണ്. നമ്മളൊരു ഹോളിവുഡ് പടമൊക്കെ കാണാൻ എക്സ്പീരിയൻസായി വരുന്നത് ഒരു എക്സ്പീരിയൻസ് മൂവിയാണ്, പക്ഷേ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഐശ്വര്യലക്ഷ്മി നജീറുണ്ട്, പുതിയൊരു പെയറിംഗ് വരികയാണ് ഐശ്വര്യലക്ഷ്മി ഷറഫുദ്ദീൻ ഇപ്പോൾ കോമഡി മാത്രമല്ല എന്തും ചെയ്യാൻ പറ്റുന്ന മൂവിയാണ്, ഒരു വേഴ്സറ്റൈൽ ആക്ടറെ മാറുകയാണ്. പിന്നെ എല്ലാം കൊണ്ടുണ്ട്, സ്ക്രിപ്റ്റ് ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും ലാഗൊന്നുമില്ല, എല്ലാം കൊണ്ട് നല്ലൊരു എൻ്റർടൈനർ. സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്, പടം വലിയൊരു ഹിറ്റാൻ സാധ്യതയുണ്ട്, ഫാമിലിക്ക് യൂത്തിനെല്ലാം ഇഷ്ടപ്പെടും. പടം നല്ല മൂവിയായിരുന്നു. എനിക്ക് ഒരു ഹൊറർ കോമഡി എലമെൻറ്റാണ് കൂടുതലുള്ളത്. ഹൊറർ പേടിക്കാൻ മാത്രം വന്നില്ല, ബട്ട് തമാശ അത്യാവശ്യം വർക്കൗട്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിലായാലും സെക്കൻഡ് ഹാഫിലായാലും തമാശ വർക്കൗട്ടുണ്ട്. ഇവരുടെ പെയർ നല്ല രസമുണ്ടായിരുന്നു കാണാൻ, ഐശ്വര്യ. പിന്നെ എടുത്തു പറഞ്ഞാൽ VFX നല്ല രസമുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ക്വാളിറ്റി സ്റ്റഫ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ പോലെ ഹിന്ദിയിൽ സ്ത്രീ ആതെ കണ്ട പോലെ ആ ഒരു വൈബ് പിടിക്കാൻ നോക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ തിയേറ്ററിൽ വന്ന് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റും മൂവി. ഫാമിലിക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. ക്ലൈമാക്സ് 20 മിനിറ്റ്സ് നല്ല രസമുണ്ടായിരുന്നു. അവർ ആ ബിൽഡപ്പ് ചെയ്ത സീൻസും ആർട്ട് വർക്ക് നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രെയിംസൊക്കെ അത്യാവശ്യം നല്ല കളർഫുള്ളാണ്. മൊത്തത്തിൽ എൻജോയ് കാണാൻ പറ്റിയൊരു ഹൊറർ കോമഡി മൂവി. സിനിമ എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിൽ ഇറങ്ങിയ ഒരു സ്ത്രീ മൂവി അല്ലെ ഭൂൽഭുലൈയ അങ്ങനെയുള്ള ഒരു ടൈപ്പിൽ വന്ന ഒരു സിനിമയാണ്. ഗംഭീര ഹൊറർ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന നമ്മൾ അടുത്ത കാലത്ത് അങ്ങനെ വന്നിട്ടില്ല. ഒരു തുടക്കം മുതൽ ഒടുക്കം വരെ ചിരിക്കാറുണ്ട്, ഒരുപാട് സീരിയസ്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ VFX വർക്കൊക്കെ ഈ ചുരുങ്ങിയ നമ്മുടെ മലയാളത്തിൻ്റെ ബജറ്റിൽ അതിഗംഭീരമായിട്ട് VFX വർക്ക് വന്നിട്ടുണ്ട്. തുടക്കത്തിലൊരു 10 മിനിറ്റ് കഥ എങ്ങനെയാണ് പോകുന്നുള്ളൊരു ഡൗട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് പടം തീരെ ലാഗില്ലാത്ത രീതിയിൽ അതിഗംഭീരമായിട്ട് പറയേണ്ടത്. അത് എടുത്തു പറയേണ്ടത് ഷറഫുദ്ദീൻ്റെ കോമഡി ടൈമിങ്ങും ഐശ്വര്യലക്ഷ്മി ഈ സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ജഗദീഷും പിന്നെ ജോണി ആൻ്റണിയൊക്കെ ഇമോഷണൽ രംഗങ്ങൾ അവസാനത്തെ ഒരു 20 മിനിറ്റ് കംപ്ലീറ്റ് നമ്മളെ കഥയിലേക്ക് ഇൻവോൾവ് ചെയ്യുന്ന ഇമോഷണൽ കണക്റ്റഡ് ഒരു ഹൊറർ കോമഡി ത്രില്ലറാണ്. അത് സാധാരണ നമ്മൾ ഇത് മലയാളത്തിൽ കണ്ട് നമ്മളധികം കാണാത്ത ഒരു ജോണറിലുള്ള ഒരു സിനിമയാണ്. ഹിന്ദിയിൽ ഇപ്പോൾ അടുത്തിറങ്ങി ഇപ്പോൾ സ്ത്രീയും ബുൽബുലയൊക്കെ ഭയങ്കര ഹിറ്റായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിലും അത് സാധിക്കുമെന്ന് തെളിയിച്ചുള്ള ഒരു ഭയങ്കര സർപ്രൈസ് ആയിട്ടുള്ള ഒരു സിനിമയായി പോയി ഹലോ മമ്മി. ഗംഭീര പെർഫോമൻസുകൾ, ഗംഭീര കോമഡി, സൂപ്പർ മസ്റ്റ് വാച്ച് മൂവിയാണ്. പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ തുടക്കം നല്ല കോമഡി തുടങ്ങിയിട്ട് പിന്നെ നമ്മളൊരു ഹൊറർ മൂഡിലേക്ക് പോകുന്ന ഒരു ഫാൻറ്റസിയിലേക്ക് പോകുന്നതാണ്. നമ്മളൊരു ആകാശഗംഗയിലേക്കും പിന്നെ അരമനയിലേക്കൊക്കെ ഈ പടം നമ്മളെ കൊണ്ടെത്തിക്കും. അവസാനത്തേക്ക് വരുമ്പോൾ മമ്മിയിലേക്ക് വരും, നമ്മുടെ ഇംഗ്ലീഷ് പടം മമ്മിയിലേക്ക് വരികയാണ്. പക്ഷേ ഇതിൽ കാസ്റ്റിങ്ങും ഡയറക്ഷനും എല്ലാം സൂപ്പറാണ്. അതോടൊപ്പം തന്നെ ബിന്ദു പണിക്കരുടെയും ജഗദീഷിൻ്റെ എല്ലാം നല്ലൊരു തിരിച്ചുവരവാണ്. പിന്നെ ഷറഫുദ്ദീൻ്റെ പ്രകടനം, പിന്നെ ഐശ്വര്യലക്ഷ്മി, ഇവരൊക്കെ വളരെ നന്നായിട്ടുണ്ട്. ഒട്ടും ബോറടിക്കാതെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു പടമാണ്.